السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. മേലായ റബ്ബിൻ്റെ നാമങ്ങൾ, വിശിഷ്ട നാമങ്ങൾ, അതാണ് നമ്മൾ ഈ വേദിയിൽ പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ ഒരു നാമം അഷഹീദ് എന്ന നാമം. ഇന്ന് നമ്മളിവിടെ അതിൻ്റെ അർത്ഥങ്ങൾ, ആശയ തലങ്ങൾ, തേട്ടങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 18 തവണ ആവർത്തിച്ചു വന്ന അള്ളാഹുവിൻ്റെ തിരുനാമമാണ് ഷഹീദ് എന്നുള്ളത്. തിരുമൊഴികളിലും ഷഹീദ് എന്ന നാമം വന്നത് നമുക്ക് വായിക്കുവാനാവും. അള്ളാഹു ഷഹീദാണ്. അള്ളാഹു ഷഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരീക്ഷകനും സന്നിഹിതനും, കണ്ടും കേട്ടും അറിഞ്ഞും എല്ലാവരോടൊപ്പവും എല്ലാ സമയത്തും ഉള്ളവനാണ് അള്ളാഹു എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. എല്ലാത്തിനും അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹുവിൻ്റെ അസാന്നിധ്യം ഒന്നിൽ നിന്നും ഒരിക്കലുമില്ല. നിരീക്ഷകനായി, കണ്ടറിയുന്നവനായി, കേട്ടറിയുന്നവനായി എല്ലാവരോടൊപ്പവും അള്ളാഹു എല്ലാ സമയത്തുമുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത. അതാണ് ഷഹീദ് എന്ന നാമം അർത്ഥമാക്കുന്നത്. അള്ളാഹു എല്ലാം അറിയുകയും അറിഞ്ഞത് പറയുകയും പ്രസ്താവിക്കുകയും ചെയ്യും. അള്ളാഹു അറിഞ്ഞ് പ്രസ്താവിച്ചത് സാക്ഷ്യമായി അള്ളാഹു അവതരിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ സാക്ഷ്യം എല്ലാവരും അംഗീകരിക്കുകയും എല്ലാവരെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് അള്ളാഹുവിൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹ് വനസുഹ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്.
യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ, അള്ളാഹു എല്ലാവരെയും ഒന്നടങ്കം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം. ഫയുനബ്ബിഉഹും ബിമാ അമിലു, എന്നിട്ട് എല്ലാവരോടും തങ്ങൾ ചെയ്തതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരം പറയും. അഹ്സാഹുല്ലാഹ് വനസുഹ്, മനുഷ്യർ ചെയ്തതെല്ലാം അള്ളാഹു കൃത്യമായി കണിശമായി ക്ലിപ്തി നിർണയം ചെയ്ത് രേഖപ്പെടുത്തി. വനസുഹ്, മനുഷ്യർ ചെയ്തത് അവർ മറന്നിട്ടുണ്ട്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ലിപ്തി നിർണയം നടത്തിയിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഷഹീദാണ്, സാക്ഷിയാണ്. എങ്ങനെ സാക്ഷി? സന്നിഹിതനായി, അറിയുന്നവനായി, കേൾക്കുന്നവനായി, കാണുന്നവനായി, എല്ലാവരോടൊപ്പവും എല്ലാ സമയത്തും അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ചെയ്തത് ആളുകൾ മറന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറവിയില്ല. അള്ളാഹു അസാന്നിധ്യം എന്നുള്ള പ്രശ്നമല്ല. പടച്ച തമ്പുരാൻ എല്ലാത്തിനും സാക്ഷിയായി രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. അള്ളാഹു പറഞ്ഞത്, സാക്ഷ്യം വഹിച്ചത്, അത് അടിയാറുകൾ സമ്മതിക്കുന്ന രീതിയിലായിരിക്കും അള്ളാഹുവിൻ്റെ ഷഹാദത്ത്, സാക്ഷ്യം. അങ്ങനെ ഷഹീദാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. സൂറത്ത് ബുറൂജിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹുവിനാകുന്നു വാനങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം, അത് അള്ളാഹുവിന് മാത്രമാകുന്നു. അള്ളാഹു എല്ലാത്തിനും ഷഹീദാകുന്നു, സാക്ഷിയായവനാകുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്ത് ബുറൂജിന്റെ തുടക്കത്തിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ് ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് അല്ലദീ ലഹു മുൽക്കുസ് സമാവാത് വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. വിശ്വാസം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ വിശ്വാസികളെ കിടങ്ങ് കീറി ആ കിടങ്ങിൽ ഇന്ധനം നിറച്ച് തീ കൊളുത്തി ആ തീയിലേക്ക് വലിച്ചുകൂട്ടി ചുട്ടുകൊന്ന ഒരു ദുഷ്ടഭരണാധികാരി, അവനും അവൻ്റെ കിങ്കരന്മാരും ഈ ദുഷ്ട ചെയ്തിക്ക് സാക്ഷികളായിരുന്നു. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. വിശ്വാസികളെ ചുട്ടുകൊല്ലുന്നതിന് അവർ സാക്ഷികളായിട്ടിരിക്കുകയാണ്, കാണുകയാണ്, അവർ സന്നിഹിതരാണ്. അസീസായ ഹമീദായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരു തെറ്റ് മാത്രമാണ് ആ വിശ്വാസികൾ ചെയ്തത്. അവരുടെ ദൃഷ്ടിയിൽ അവർ ചുട്ടു, തീ കൊളുത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരാണ് അള്ളാഹു? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിന് മാത്രമാകുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായവനാണ്. അള്ളാഹു സന്നിഹിതനാണ്, കാണുന്നവനായി, കേൾക്കുന്നവനായി, അറിയുന്നവനായി. അള്ളാഹുവിൽ നിന്നൊന്നും മറഞ്ഞിട്ടില്ല, മങ്ങിപ്പോകുന്ന പ്രശ്നമല്ല. ഈ സാക്ഷ്യം അള്ളാഹു നാളെ വിളിച്ചു പറയുന്ന പരലോക കോടതി വരാനുണ്ട് എന്ന അപായ സൂചനയും മുന്നറിയിപ്പും അതാണ് ആ പ്രയോഗത്തിൽ അവിടെ നിഴലിക്കുന്നത്. അള്ളാഹു ഷഹീദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തേട്ടവും അതിൻ്റെ ആശയവുമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഷഹീദ് എന്ന അള്ളാഹുവിൻ്റെ നാമം വന്ന ഒരു തിരുമൊഴി ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ തിരുമൊഴി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇമാം മുസ്ലിം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഖാമ ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബൻ ബിമൗഇദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിൽ ഒരു പ്രാസംഗികനായി എഴുന്നേറ്റ് നിന്നു. ബിമൗഇദത്തിൻ, ഒരു സതുപദേശം, സാരോപദേശം പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഒരു പ്രാസംഗികനായിട്ട് നിന്നത്. ഫഖാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നകും തുഹ്ശറൂന ഇലല്ലാഹ് ഹുഫാതൻ ഉറാതൻ ഗുർല. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക? ഹുഫാതൻ, നഗ്നപാതരായി, ഉറാതൻ, നഗ്നതയുടുത്തവരായി, ഗുർലൻ, ചേലാകർമ്മം പോലും നിർവഹിക്കപ്പെടാത്തവരായിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അഥവാ അന്ത്യനാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ കാഹളത്തിലൂതുന്ന മലക്ക് കാഹളത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഊതിയാൽ ഖബറുകളിൽ അടക്കം ചെയ്യപ്പെട്ടവർ, ഭൂമിയിൽ മൗത്തായവർ എല്ലാവരും ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, ഖബറുകളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം എങ്ങനെയാണ്? കാലിൽ ചെരുപ്പില്ല, മേനിയിൽ വസ്ത്രമല്ല, ചേലാകർമ്മം പോലും നിർവഹിക്കപ്പെടാത്ത അവസ്ഥയിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പ്. തിരുനബി ഈ സന്ദർഭത്തിൽ ഓതി, കമാ ബദഅന അവ്വല ഖൽഖിൻ നുഈദു വഅദൻ അലൈനാ ഇന്ന കുന്ന ഫാഇലീൻ, ആദ്യ തവണ സൃഷ്ടിച്ചതുപോലെ നാം അവരെ മടക്കിക്കൊണ്ടുവരുന്നതാണ്. ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടില്ല, കാലുമ്മ ചെരുപ്പില്ല, മേനിയിൽ വസ്ത്രമല്ല, അങ്ങനെയാണ് വന്നത്. അതേപോലെ നാം അവരെ മടക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു വഅദൻ അലൈന, നമ്മുടെ മേൽ വാഗ്ദാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റതാണ്. അല്ലാഹുവിൻ്റെ മേൽ വാഗ്ദാനമായി അല്ലാഹു ഏറ്റ സംഗതിയാണ്. ഇന്നാ കുന്നാ ഫാഇലീൻ, അത് നാം പ്രവർത്തിക്കുന്നവൻ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിക്കാം. അപ്പോൾ അന്ത്യനാളിൽ ഇவ்விധം ആളുകൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തിരുനബിയുടെ ഉപദേശം, അലാ വ ഇന്ന അവ്വലൽ ഖലായിഖി യുക്സാ യൗമൽ ഖിയാമ ഇബ്രാഹിമു അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ പടപ്പുകൾ നഗ്നരായി ഉയർത്തെഴുന്നേറ്റാൽ ആ സൃഷ്ടിചരാചരങ്ങളിൽ നിന്ന് ആദ്യമായി വസ്ത്രം ഉടുപ്പിക്കപ്പെടൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിരിക്കും. എന്നിട്ട് തിരുനബിയുടെ ഉപദേശം തുടരുകയാണ്. അലാ വ ഇന്നഹു സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി ഫയുഖദു ബിഹിം ദാത ശിമാൽ. എൻ്റെ ഉമ്മത്തികളിൽ നിന്നൊരു വിഭാഗം ആളുകളെ കൊണ്ടുവരപ്പെടും. ആ കൊണ്ടുവരപ്പെടുന്നവർ എൻ്റെ മുന്നിൽ നിന്ന് അവർ അവരുടെ ഇടതു ഭാഗത്തേക്ക് എടുക്കപ്പെടും. അവരെ റാഞ്ചപ്പെടുന്നതാണ്, എടുക്കപ്പെടും. ഫഅഖൂലു യാ റബ്ബ് അസ്ഹാബി, അപ്പോൾ ഞാൻ പറയും, റബ്ബേ, എൻ്റെ അസ്ഹാബാണ്, എൻ്റെ ഉമ്മത്തികളാണ്. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, പ്രവാചകരെ, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കാലശേഷം അവർ പുതുതായി ഉണ്ടാക്കിയതിനെക്കുറിച്ച്. മറ്റു ചില തിരുമൊഴികളിൽ ഇതിൻ്റെ വിശദീകരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗദ്, എല്ലാവരെയും മുൻകടന്ന് മഹ്ശറിൽ ഞാൻ ഹൗദിൻ കരയിലെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹൗദിൻ കരയിലെത്തും. അങ്ങനെ തിരുനബിയുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ തിരുനബി കോരി നൽകും. അത് കോരി നൽകപ്പെട്ടതിന് ശേഷമായിരിക്കും ഉമ്മത്തികൾക്ക് മുന്നോട്ടുള്ള പ്രയാണം, സ്വർഗത്തിലേക്കുള്ള പ്രയാണം. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദിൽ നിന്ന് കോരി കൊടുക്കും. എല്ലാ നബിമാർക്കും ഹൗദുണ്ട്. എല്ലാ നബിമാരുടെ ഉമ്മത്തികളും ആ നബിമാരുടെ അടുക്കലേക്ക് ഹൗദിൻ്റെ അരികിലേക്ക് വരും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായിരിക്കും ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഹൗദിലേക്ക് വരിക. ഈ സന്ദർഭത്തിലാണ് തിരുനബിയുടെ അടുക്കലേക്ക് വരുന്ന ഉമ്മത്തികളിൽ നിന്നൊരു വിഭാഗത്തെ ഇടതു ഭാഗത്തേക്ക് തട്ടിയെടുക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിക്കാൻ അവർക്ക് ഭാഗ്യമല്ല. അവരെ തട്ടിയെടുക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് അറിയില്ല എന്തിനാണ് ഇവർ എടുക്കപ്പെട്ടതെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അസ്ഹാബി,
എൻ്റെ അസ്ഹാബാണ്. അവിടെ ഉദ്ദേശം ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളാണ്. ചില റിവായത്തുകളിൽ ഉസൈഹാബി എന്ന് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രതികരണം എന്താ? ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിങ്ങളുടെ കാലശേഷം പ്രവാചകരെ അവർ പുതുതായി ഉണ്ടാക്കിയതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഅഖൂലു കമാ ഖാലൽ അബ്ദു സ്വാലിഹ്, ദീനിൽ പുതുതായി ഉണ്ടാക്കിയവരാണ് അവർ, അതിനാലാണ് അവർ തട്ടിയെടുക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അൽ അബ്ദു സ്വാലിഹ് പറഞ്ഞതുപോലെ ഞാൻ പറയും. അൽ അബ്ദു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അവിടെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ? അതാണ് തിരുനബി പറയാ അവിടെ, വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവർക്കിടയിൽ ജീവിച്ച നാളുകളിൽ ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു. ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം, അല്ലാഹുവേ നീ എന്നെ മരിപ്പിച്ചപ്പോൾ നീയായിരുന്നു അവരുടെ മേൽ റഖീബ്, നിരീക്ഷകൻ. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യങ്ങൾക്കും ഷഹീദുമായിരുന്നു, സാക്ഷിയുമായിരുന്നു. ഇൻ തുഅസിബുഹും ഫഇന്നഹും ഇബാദുക്, അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണ്. വഇൻ തഗ്ഫിർ ലഹും, അതല്ല നീ അവർക്ക് പൊറുക്കുകയാണെങ്കിലോ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അൽ അസീസാണ്, എല്ലാ കഴിവുകൾക്കും മീതെ കഴിവുറ്റവൻ, എല്ലാവർക്കും മീതെ അതിജയിച്ചു നിൽക്കുന്നവനും യുക്തിജ്ഞനുമാണ് നീ, ഹക്കീമാണ്. ഇത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നതാണ് അന്ത്യനാളിൽ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്ദർഭത്തിൽ അവിടെ വെച്ച് പറയുമെന്നാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴാണ് പറയാം? അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ വിചാരണ ചെയ്യും, നബിമാരുടെ അനുചരന്മാരെയും വിചാരണ ചെയ്യും. ക്രൈസ്തവർ വിചാരണയുടെ വേദിയിൽ വന്നു നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രൈസ്തവരെ ചൂണ്ടിയിട്ട് ഈസ നബിയോട് പറയും, അഅൻത ഖുൽത ലിന്നാസ് അനിത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അള്ളാഹുവോടൊപ്പം എന്നെയും എൻ്റെ മാതാവിനെയും ആരാധ്യന്മാരായി സ്വീകരിക്കണമെന്ന് ഈസ നിങ്ങൾ ഇവരോട്, ക്രൈസ്തവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരണയുടെ വേദിയിൽ അള്ളാഹു ഈസനോട് ചോദിക്കും, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ചോദിക്കും ക്രൈസ്തവരുടെ വിഷയത്തിൽ. അപ്പോൾ അതിനെ പ്രതികരിച്ച് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്ന വചനങ്ങളാണ് ഇവിടെ ഈ നമ്മൾ അർത്ഥം വെച്ച് കേട്ടതായ വചനങ്ങൾ. വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം എന്ന് തുടങ്ങിയിട്ടുള്ളതായ വചനങ്ങൾ ഈസ നബി അള്ളാഹുവിനോട് പറയുന്നതാണ് അവരുടെ വിഷയത്തിൽ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അവിടെ ആവർത്തിക്കും, അള്ളാഹിനോട് പറയും. ആരുടെ വിഷയത്തിൽ? ദീനിൽ പുതുതായി നിർമ്മിച്ചവരുടെ വിഷയത്തിൽ. അവർ ഹൗദിൻ കരയിൽ വെച്ചിട്ട് തടുക്കപ്പെടും. അവർക്ക് ഹൗദിൽ നിന്ന് പാനീയല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കുടിക്കാൻ അവർക്ക് ഭാഗ്യമല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. കാരുണ്യത്തിൻ്റെ തിരുദൂതൻ പാനജലം നൽകാൻ ഒരുങ്ങുമ്പോൾ ഇവർ തട്ടിയെടുക്കപ്പെടുകയാണ്, അവരെ അള്ളാഹു തട്ടുകയാണ് ഇടത് ഭാഗത്തേക്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ റബ്ബ്, റബ്ബേ അസ്ഹാബി, എൻ്റെ അനുചരന്മാർ, ഉമ്മത്തികളാണ് അവർ. അപ്പോൾ അള്ളാഹു പറയാണ്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിങ്ങളുടെ മരണപ്പെറ്റേന്ന് നിങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ പുതുതായി നിർമ്മിച്ചവരാണ് അവർ, അത് നിങ്ങൾക്കറിയില്ല. അപ്പോഴാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാരുണ്യത്തിൻ്റെ തിരുദൂതൻ, എന്താ പറയാ? സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എൻ്റെ കാലശേഷം ദീനിൽ മാറ്റം വരുത്തിയവർ, അവർ ദൂരെ ദൂരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ശപിച്ച് ആക്ഷേപിച്ച് അവിടെ വെച്ച് പറയുമെന്നാണ്. ഇവിടെ ഈ ഹദീസ് ഞാൻ കൊണ്ടുവന്നത്, ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ ഷഹീദ് എന്ന നാമം പറയപ്പെട്ട ഒരു ആയത്ത് അടങ്ങിയിട്ടുണ്ട്, അത് മനസ്സിലാക്കാനാണ്. അതോടൊപ്പം ഇവിടെ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പൂർത്തീകരിച്ചതിന് ശേഷം ആ ദീനിൽ പുതുതായി ഉണ്ടാക്കുക എന്നുള്ളതായ വിഷയം. ഇന്ന് നമ്മൾ
മുസ്ലിം ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഇത്തരം ഒരു പുത്തനാചാരത്തിൻ്റെ മികവിലും നിറവിലുമാണ് പല മുസ്ലിമീങ്ങളും. മുസ്ലിമീങ്ങൾ ആഘോഷത്തിമർപ്പിലാണ്. വിശിഷ്യ റബീഉൽ അവ്വൽ 12 ദിവസം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷ പ്രകടനം എന്ന നിലക്കാണ് റബീഉൽ അവ്വൽ 12 ആഘോഷിക്കപ്പെടുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഈ ദിനം ആഘോഷിച്ചിട്ടുണ്ടോ ആചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ആഘോഷിക്കുന്നവർ വരെ ആഘോഷിച്ചിട്ടില്ല എന്ന് ഉത്തരം പറയുന്നവരാണ്. തിരുദൂതർ ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയാകുമ്പോൾ 1,00,000-ൽ പരം സഹാബത്ത് ഇവിടെ ഉണ്ട്. അറഫയിൽ തിരുദൂതരോടൊപ്പം സന്ധിച്ച സഹാബത്തിൻ്റെ എണ്ണം 1,20,000-മാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ വേളയിൽ സഹാബത്തിൻ്റെ എണ്ണം പറയുമ്പോൾ അത് 1,20,000-ന് മീതെയാണ്. ഈ സഹാബത്തിൽ ഒരാളെങ്കിലും റബീഉൽ അവ്വൽ 12 ദിവസം ഒരു ആഘോഷത്തിൻ്റെ ദിവസമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇല്ല, അവർ റബീഉൽ അവ്വൽ 12 കൊണ്ടാടിയിട്ടില്ല. പ്രത്യുത റബീഉൽ അവ്വൽ 12 അവരുടെ ജീവിതത്തിൽ വിഷയീഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ അവർക്ക് അറിയുകയും ചെയ്യാം. കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൻ്റെ താളുകളിൽ ഒരിക്കലും മങ്ങാത്ത മായാത്ത ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ 12. ആ ദിനം ഒരു സഹാബിയും സന്തോഷത്തിൻ്റെ ദിവസമായിട്ടല്ല പിൽക്കാലത്ത് കണ്ടിട്ടുള്ളത്. തിരുവിയോഗത്തിന് ശേഷം അവരുടെ ദുഃഖത്തിൻ്റെ ദിവസമായിട്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ ഹുദൈൽ ഗോത്രത്തിൽ നിന്ന് അബൂ ദുഐബ് അൽ ഹുദലി എന്ന് പറയുന്ന ഒരു കവി വരുന്നുണ്ട്. ഇസ്ലാം സ്വീകരിച്ചിട്ട് വരികയാണ് അയാൾ. അബൂ ദുഐബ് അൽ ഹുദലി അറിയപ്പെട്ട കവിയാണ്. അയാൾക്ക് വലിയൊരു കെടുതി ബാധിച്ചിരുന്നു. കാരണം പ്ലേഗ് രോഗത്തിൽ അയാളുടെ 5 മക്കളും പ്ലേഗിൽ മരണപ്പെട്ട് ആ ദുഃഖഭാരത്താൽ വിഷണ്ണനായി വിതുമ്പിയാണ് അബൂ ദുഐബിനിൽ ഹുദലി വരുന്നത് മദീനയിലേക്ക്. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പറയാണ്, മദീനയുടെ രംഗം പറയാണ്, മദീനയിൽ എല്ലാവരും കരച്ചില. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിമാർ അവരുടെ അവസ്ഥ ശബ്ദമയായിരിക്കും. അതേപോലെ കരച്ചിലിൻ്റെ ഒരു ശബ്ദമയമായ അവസ്ഥ മദീനയിൽ. അപ്പോൾ അബൂ ദുഐബിനിൽ ഹുദലി പറയാണ്, എന്താണ് മദീനക്കാർക്ക് സംഭവിച്ചത്, എന്താണിത്? അപ്പോൾ പ്രതികരിച്ചു, ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി മദീനയിലെ സന്തോഷം സന്താപത്തിന് വഴിമാറി. വിവേകമുള്ളവരുടെ വിവേകം അത് വികാരം ഭരിതമായി. മദീനയുടെ വീടുകളിൽ അടുപ്പിൽ തീ പുകഞ്ഞില്ല, വിളക്കുകൾ കത്തിയില്ല. എല്ലായിടത്തും ദുഃഖം തളം കെട്ടിയ ഒരു റബീഉൽ അവ്വൽ 12 ആ ചരിത്രത്തിൽ അവിടെ അരങ്ങേറിയത്. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. റബീഉൽ അവ്വൽ 12 മദീനക്കാർക്ക് അറിയാം, സഹാബത്തിനറിയാം എന്നത് ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാനാണ് ഇത് നിർത്തിയത്. അവർക്കറിയുന്ന റബീഉൽ അവ്വൽ 12 അന്നാണ് തിരുവിയോഗം. അവരുടെ കണ്ണും കരളും ഹൃദയവുമായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 പൂർവാഹനം പിന്നിട്ട വേളയിലാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയാകുന്നത്. തിരുദൂതരുടെ ആത്മാവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മലക്കുൽ മൗത്തിന് കൈമാറി. പരലോകയാത്രയിലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മരണവാർത്ത പുത്രി ഫാത്തിമ വന്നിട്ട് അറിയിക്കുമ്പോൾ, യാ അബതാ അജാബ റബ്ബൻ ദആ, യാ അബതാ ഇലാ ജന്നത്തിൽ ഫിർദൗസി മഅവാ, യാ അബതാ ഇലാ ജിബ്രീല നൻആ. വാപ്പാ, റബ്ബിൻ്റെ വിളിക്കു നിങ്ങൾ ഉത്തരമേകിയിരിക്കുന്നു. വാപ്പാ, ജന്നത്തുൽ ഫിർദൗസിലാകുന്നു നിങ്ങളുടെ മഅവ. വാപ്പാ, ഞങ്ങൾ ജിബ്രീലിനോട് നിങ്ങളുടെ മരണവാർത്ത അറിയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തിരുവിയോഗം പരസ്യപ്പെടുത്തുന്നത്.
അതോടുകൂടി മദീനയുടെ കണ്ണുകൾ നനയുകയാണ്, മനസ്സുകൾ വിതുമ്പുകയാണ്. അങ്ങനെയുള്ള മദീന, അവിടെയുള്ള സഹാബത്ത്, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതനാളിൽ റബീഉൽ അവ്വൽ 12 അവർക്കറിയാം. പക്ഷേ അവർ സന്തോഷിച്ച ദിവസമല്ല, അവർ ആഹ്ലാദിച്ച ദിവസമല്ല, അവർ ദുഃഖിച്ച വേദനിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12 ദിവസം. പക്ഷേ ഇന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് ആ ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും തുള്ളിച്ചാടുവാനും എങ്ങനെ മാറി വരപ്പെട്ടു, ഈ ഒരു മാറ്റം ചരിത്രത്തിൽ എങ്ങനെയുണ്ടായി എന്നത് മുസ്ലിമീങ്ങൾ ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയമാണ്. പൂർവികർ, സച്ചരിതർ, മുൻഗാമികൾ, മഹത്തുക്കൾ വേദനിച്ച വിതുമ്പിയ ഒരു നാളിനെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിമർത്തിൽ ആടി ഉല്ലസിക്കുവാൻ പിൽക്കാലക്കാർക്ക് അവസരമേകുമാർ ആരാണ് കളിച്ചത്? ആ കളിച്ചതിനെ കുറിച്ച് ഒരാളും പ്രസംഗിക്കൂല, ആ കളിച്ച ചരിത്രത്തെ ആരും അന്വേഷിക്കൂല. കാരണം ആദർശത്തേക്കാൾ വലുത് ആമാശയമായ ഒരു യുഗത്തിലാണ് പിൽക്കാലക്കാരിൽ പല മുസ്ലിമീങ്ങളുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. എന്നിട്ട് ദീനിൻ്റെ മേൽവിലാസത്തിൽ ഈ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കപ്പെടുകയാണ്. അതിന് പുണ്യം, അന്ന് പ്രത്യേക വിറുതുകൾ, അന്ന് പ്രത്യേക ആഘോഷങ്ങൾ, പരിപാടികൾ, മൗലിദുകൾ, അതേപോലെ സലാത്തുകൾ, പിന്നീട് അന്നവിതരണങ്ങൾ തുടങ്ങി പല പരിപാടികളാണ്. ഇതൊക്കെ നമ്മൾ നൽകുമ്പോൾ നമ്മളെക്കാൾ ശ്രേഷ്ഠരായ, അനുഗ്രഹീതരായ, സച്ചരിതരായ മുൻഗാമികൾ ഈ വിഷയത്തിലൊക്കെ നമ്മെ മുൻകടന്ന് പോയിട്ടില്ലേ? അവരുടെ ചരിത്രം എന്ത് എന്നുള്ളതെന്ന് മുസ്ലിമീങ്ങൾ അന്വേഷിക്കണ്ടേ? പക്ഷെ പലർക്കും ദേഹേച്ഛയും അജ്ഞതയും ഇത്തരം വിഷയങ്ങളിൽ മുതൽക്കൂട്ടാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതും ആലോചിക്കേണ്ടതും അനിവാര്യമാണ്. കാരണം തിരുദൂതരുടെ ദീനിലില്ലാത്തത് ദീനായി കൊണ്ട് നടന്നിട്ടുണ്ട് എങ്കിൽ ഈ തിരുമൊഴിയിൽ നമ്മൾ കേട്ടതുപോലെ പരലോക കോടതിയിൽ നമ്മൾ പരാജിതരാണ്, നഷ്ടക്കാരാണ്. ദുനിയാവിൽ മാത്രമല്ല, പിന്നെയോ പരലോക കോടതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ മുൻകടന്ന് ഹൗളിനരികിലെത്തി നമുക്ക് വെള്ളം കോരി പാർന്നു തരുവാൻ, നമ്മളെ സ്വീകരിക്കുവാൻ അവിടെ നിൽക്കുമ്പോൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, നമ്മൾ തടയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അഹോ കഷ്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ വിഷയം ഷഹാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദാണെന്ന നാമം നമ്മൾ പറയുമ്പോൾ ആ നാമം തിരുമൊഴിയിൽ വന്ന ഒരു തിരുമൊഴി വിശദീകരിച്ചപ്പോൾ സന്ദർഭോചിതമായി ഏതാനും കാര്യങ്ങൾ ഞാനിവിടെ കേൾപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു ഷഹീദാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോടൊപ്പം. ആ സാന്നിധ്യത്തിൽ അള്ളാഹുവിൻ്റെ സാക്ഷ്യങ്ങൾ ഉണ്ട്. ആ സാക്ഷ്യം അള്ളാഹു നാളെ പ്രഖ്യാപിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമിൻ വമാ കുന്നാ ഗായിബീൻ. ലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം, അംബിയ മുർസലീങ്ങൾ അയക്കപ്പെട്ട ജനതയെ നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. വലനസ്അലന്നൽ മുർസലീൻ, മുർസലീങ്ങളെയും നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അള്ളാഹു പറയണം ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമിൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അറിവ് അത് പറഞ്ഞു കൊടുക്കും. വിചാരണയുടെ വേദിയിൽ നടക്കാൻ പോണതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വമാ കുന്നാ ഗായിബീൻ. അള്ളാഹു പറയുന്നത് നമ്മുടെ അസാന്നിധ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ അസാന്നിധ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അള്ളാഹു സദാ സന്നിഹിതനാണ്, സാക്ഷിയാണ്. അതുകൊണ്ട് വിചാരണയുടെ വേദിയിൽ നബിമാരെ അള്ളാഹു ചോദ്യം ചെയ്യും. നബിമാർ ആരിലേക്ക് നിയോഗിക്കപ്പെട്ടുവോ ആ ജനതകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇവിടെ വമാ കുന്നാ ഗായിബീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിൻ്റെ സാന്നിധ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യം കണ്ടും കേട്ടും അറിഞ്ഞും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഷഹീദ് എന്ന നാമത്തിൻ്റെ ഒരു തേട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, വമാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലു മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ. എന്താ?
വമാ തകൂനു ഫീ ശഅനിൻ, നീ ഏതൊരു കാര്യത്തിലാണെങ്കിലും, വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ, ഏതൊരു കാര്യത്തിന് വേണ്ടി നീ ഖുർആൻ ഓതുകയാണെങ്കിലും, വലാ തഅമലൂന മിൻ അമലിൻ, നിങ്ങൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദാ, നിങ്ങളുടെ മേൽ ഷാഹിദായി, ഷഹീദായി, ഷുഹൂദായി, സാക്ഷിയായിട്ട് നാം ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് പറയണം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളുടെ മേൽ സാക്ഷിയായിട്ടുണ്ട്. ഇതാണ് ഷഹീദ് എന്നുള്ള നാമത്തിൻ്റെ ഒരു തേട്ടം ആശയം. രണ്ടാമത്തേത്, അള്ളാഹു ആകുന്നു ഏറ്റവും വലിയ സാക്ഷ്യം. ഏറ്റവും വലിയ സാക്ഷി അള്ളാഹു, ഏറ്റവും വലിയ സാക്ഷ്യം അള്ളാഹുവിൻ്റെ സാക്ഷ്യം. ഇത് പ്രഖ്യാപിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ ഖുലില്ലാഹ് ഷഹീദും ബൈനി വ ബൈനകും. മക്ക മുശ്രിക്കുകളോട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് വിശിഷ്യ പ്രഖ്യാപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, പ്രവാചകരെ അവരോട് പറയണം, അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഏറ്റവും വലിയ ഷഹാദത്ത്, സാക്ഷ്യം അതേതാ? ഏറ്റവും വലിയ സാക്ഷ്യം ഖുലില്ലാഹ് ഷഹീദും ബൈനി വ ബൈനകും, എന്നിട്ട് പറയണം അള്ളാഹു ആകുന്നു എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഷഹീദ്, സാക്ഷി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അള്ളാഹുവാണ് ഏറ്റവും വലിയ സാക്ഷി. അള്ളാഹു നമുക്കിടയിൽ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ആരാണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യൻ, ആരാണ് അസ്വീകാര്യൻ, ആരുടെ കർമ്മമാണ് നല്ലത്, ആരുടെ കർമ്മമാണ് തീയത്, ആരാണ് സധർമ്മം പ്രവർത്തിക്കുന്നവൻ, ആരാണ് അധർമ്മകാരി, ഇതിനൊക്കെ ആര് സാക്ഷിയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തണം. അപ്പം അള്ളാഹു ആണ് സാക്ഷി, അള്ളാഹുവിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്നാണ് ഈ വചനം നമ്മളെ അറിയിക്കുന്നത്. ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ ഖുലില്ലാഹു ഷഹീദും ബൈനി വ ബൈനകും. മൂന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞു, അള്ളാഹു ഷഹീദാണ്, സാക്ഷിയാണ്. അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നവനാണ്. സാക്ഷ്യം വഹിക്കുക എന്നുള്ള വിശേഷണം അള്ളാഹ്ക്കുണ്ട്. അള്ളാഹു സാക്ഷ്യം വഹിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതെന്താ? ഷഹീദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു. ഷഹീദല്ലാഹ്, അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അള്ളാഹു ഷഹീദാണ്, സാക്ഷ്യം വഹിക്കുന്നവനാണ്. അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഷഹീദ് അല്ലാഹ് എന്താ സാക്ഷ്യം വഹിച്ചത്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ എന്നതിന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായിക, മലക്കുകളും, വ ഉലുൽ ഇൽം, അറിവുള്ളവരും. അപ്പം അള്ളാഹു സാക്ഷ്യം വഹിച്ചു, മലക്കുകൾ സാക്ഷ്യം വഹിച്ചു, ഉലുൽ ഇൽം, അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചു. ഏത് വിഷയത്തിന്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള വിഷയത്തിന്. ഈ ആയത്തിൽ കുറേ വിഷയങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്, വിശിഷ്യ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളവർ. അതായത് അള്ളാഹുവിൻ്റെ സാക്ഷ്യം, മലക്കുകളുടെ സാക്ഷ്യം, അറിവുള്ളവരുടെ സാക്ഷ്യം, ഇത് ചേർത്താണ് പറഞ്ഞത്. അതിൽ അറിവുള്ളവരുടെ പ്രാധാന്യം, അറിവുള്ളവർക്കുള്ള പ്രാധാന്യം, പിന്നെ സാക്ഷ്യം വഹിച്ച വിഷയത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവും. ഏത് വിഷയത്തിന് അള്ളാഹുവിൻ്റെ സാക്ഷ്യം? അള്ളാഹു ഏകനാകുന്നു എന്ന വിഷയത്തിന് അള്ളാഹുവിൻ്റെ സാക്ഷ്യം. തൗഹീദിൻ്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് അള്ളാഹു സാക്ഷിയാകുന്നു എന്ന് പറയാണ്. പിന്നെ മലക്കുകളും പണ്ഡിതന്മാരും അറിവുള്ളവരും സാക്ഷിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ഏകദൈവ വിശ്വാസത്തിന്, തൗഹീദിന് എന്നത് ഈ ആയത്ത് നമ്മളെ അറിയിക്കുകയാണ്. ഇതേപോലെ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്ന കുറേ വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പം നമ്മൾ സൂറത്തുൽ മുനാഫിഖൂൻ വായിക്കുമ്പം വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അള്ളാഹു യശ്ഹദ്, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, കപട വിശ്വാസികൾ വ്യാജന്മാരാകുന്നു എന്നതിന്. ഇതേപോലെ തന്നെ മസ്ജിദു ദിറാറിൻ്റെ വിഷയത്തിൽ
സൂറത്ത് തൗബയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ വലയഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. ഉപദ്രവം ഉദ്ദേശിച്ച്, അതേപോലെ മുഅ്മിനീങ്ങൾക്കിടയിൽ ഛിദ്രത ഉദ്ദേശിച്ച്, അതേപോലെ കുഫർ ഉദ്ദേശിച്ച്, മുമ്പേ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും സമരം പ്രഖ്യാപിച്ചവർക്ക് താവളം എന്ന നിലക്ക് ഒരു പള്ളി സ്വീകരിച്ച മുനാഫിഖീങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്നു, കപട വിശ്വാസികൾ. അവരാണ് മസ്ജിദ് ദിറാർ ഉണ്ടാക്കിയത്. എന്നിട്ട് ഈ നീയത്തിനാലാണ് അള്ളാഹുവോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും സമരം പ്രഖ്യാപിച്ചവർക്ക് ഒരു താവളം, മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രത, അവിശ്വാസം, ഉപദ്രവം, ഇതൊക്കെ നീയത്താക്കിയിട്ടാണ് പള്ളി ഉണ്ടാക്കിയത്. എന്നിട്ട് ആ കപട വിശ്വാസികൾ അവർ വലയഹ്ലിഫുൻ ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന, അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് അവർ പറയും ഞങ്ങൾ നല്ലതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന്. ആ കപടന്മാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ വ്യാജന്മാരാകുന്നു എന്നതിന്. അപ്പോൾ അള്ളാഹു ഷഹീദാണ്, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ സാക്ഷ്യം അവൻ വഹിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ ഇതുപോലെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ വേറെയും കാണുവാൻ സാധിക്കും. ചില ചരിത്രങ്ങൾ ഈ ഒരു നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് എങ്ങനെ? അള്ളാഹു ഷഹീദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ അള്ളാഹുവിൻ്റെ ഷഹാദത്തിൻ്റെ പ്രത്യേകത പടപ്പുകൾ നിർവഹിക്കുന്ന സാക്ഷ്യത്തിൻ്റെ അതേപോലെയല്ല. മനുഷ്യന്മാർ എന്ത് ചെയ്യും? സാക്ഷ്യം വഹിക്കും, അല്ലേ? നമുക്കറിയാം മനുഷ്യന്മാരുടെ സാക്ഷ്യങ്ങൾ. ഇപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ മദീനയിൽ വെച്ച് ആദ്യമായി മരണപ്പെട്ട സഹാബിയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ മരണപ്പെട്ടപ്പോൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഉമ്മുൽ അല റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസ എടുക്കണ സമയത്ത് ഷഹാദത്തി ലക് യാ അബസ്സായിബ് ലഖദ് അക്രമകല്ലാഹ്, ഉമ്മുൽ അല പറയാണ്, അബുസായിബ് എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ വിളിപ്പേരാണ്. ഷഹാദത്തി ലക്, നിങ്ങൾക്ക് അനുകൂലമായിട്ട് എൻ്റെ ഷഹാദത്തുണ്ട്, എൻ്റെ വിധിയും സാക്ഷ്യവുമുണ്ട്. അതാണ് അവിടെ ഉദ്ദേശം. ലഖദ് അക്രമകല്ലാഹ്, തീർച്ചയായും അള്ളാഹു നിങ്ങളെ ആദരിച്ചിരിക്കുന്നു. ഇത് ഉമ്മുൽ അല അവരുടെ സാക്ഷിയായിട്ട് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ അലായിനെ തിരുത്തിയിട്ട് പറഞ്ഞു, ഉമ്മുൽ അല, അബുസായിബിനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെ തിട്ടപ്പെടുത്തി തീർത്ത് പറയാൻ, നിങ്ങളുടെ ഒരു വിധിയായി സാക്ഷ്യമായിട്ട് പറയാൻ അങ്ങനെ നിങ്ങൾക്ക് എത്ര ധൈര്യം? ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എന്നെ കൊണ്ട് അള്ളാഹു എന്ത് പ്രവർത്തിക്കും എന്നുള്ളത് വരെ എനിക്കറിയില്ല. അബുസായിബിന് ഞാൻ ഖൈർ പ്രതീക്ഷിക്കുന്നു, നന്മ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ അലായിനെ തിരുത്തി. ഉമ്മുൽ അലാ പറയാണ്, അത് കഴിഞ്ഞതിൽ പിന്നെ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഒരാളെയും പ്രശംസിച്ച് പിന്നെ പറഞ്ഞിട്ടില്ല എന്നാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് പടപ്പുകൾക്ക് സാക്ഷ്യമുണ്ട്, മനുഷ്യന്മാർ സാക്ഷ്യം വഹിക്കും. അതാണ് ഉമ്മുൽ അല അവിടെ നിർവഹിച്ചത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ഷഹാദത്തി ലക് ലഖദ് അക്രമകല്ലാഹ് എന്ന് പറഞ്ഞത്. പക്ഷേ പടപ്പുകളുടെ സാക്ഷ്യം പടച്ചവൻ്റെ സാക്ഷ്യം പോലല്ല. പടപ്പുകളുടെ സാക്ഷ്യത്തിന് പടപ്പുകൾക്കുള്ള പരിമിതികൾ, പോരായ്മകൾ, അത് അതിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സാക്ഷ്യം അത് സമ്പൂർണ്ണമാണ്, പരിപൂർണ്ണമാണ്. എല്ലാം കണ്ടും കേട്ടും എല്ലായ്പ്പോഴും എല്ലാവരോടൊപ്പവും അറിഞ്ഞു മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ സാക്ഷ്യം പൂർണ്ണമാണ്. എന്നാൽ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം പടപ്പുകൾക്ക് ഷഹീദ്, ശുഹദ എന്ന പേര് ചേർക്കപ്പെടും, പറയപ്പെടും. പക്ഷേ പടപ്പുകൾ എന്നുള്ള രീതിയിൽ അതിൻ്റേതായ പരിമിതികൾ ഉണ്ടായിരിക്കുമെന്ന് മാത്രം. ചില ഉദാഹരണങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് നമുക്കറിയാം റബീഉൽ അവ്വൽ മാസം, ഹിജ്റയുടെ 11ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ച ദിവസമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസത്തിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഹിജ്റയുടെ 11ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസം 12-ന് തിങ്കളാഴ്ച പൂർവാഹിനം പിന്നിടുമ്പോഴാണ് തിരുദൂതരുടെ വഫാത്ത്. എന്നാൽ ജനനത്തിൻ്റെ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അത് റബീഉൽ അവ്വൽ മാസം 12-നാണോ, റബീഉൽ അവ്വൽ മാസം 9-നാണോ, റബീഉൽ അവ്വൽ മാസം 18-നാണോ, അതല്ല സഫർ മാസത്തിലാണോ, തുടങ്ങിയൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് ജനനത്തിൻ്റെ വിഷയത്തിൽ. പക്ഷെ മരണത്തിൻ്റെ വിഷയത്തിൽ ഇത് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയം. തിരുദൂതർ വഫാത്താകുന്നതിന് മുമ്പ് സഫർ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് ശുഹദാക്കളെ സന്ദർശിച്ച്, ഉഹുദിൽ മറമാടപ്പെട്ട ശുഹദാക്കളുടെ ഖബറിടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ജനാസ നിസ്കരിച്ച്. ഹദീസിൽ കാണാം, സ്വല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലാ ഖത്ല ഉഹുദ് ബഅദ 8 സിനീൻ. ഉഹുദിലെ രക്തസാക്ഷികൾക്ക് 8 വർഷത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽ മുവദ്ദിഇ ലിൽ അഹ്യാഇ വൽ അമ്വാത്ത്, മരണപ്പെട്ടവരോടും ജീവിച്ചിരിക്കുന്നവരോടും ഒരു യാത്ര പറയുന്നവനെ പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വർത്തനം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്ന് മിമ്പറിൽ കയറി. എന്നിട്ട് തിരുനബി പറയാണ്, മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിക്കുകയാണ്, ഇന്നി ബൈന ഐദീകും ഫറത്ത് വ അന ഷഹീദുൻ അലൈക്കും. ഞാൻ നിങ്ങളുടെ മുന്നിൽ മഹ്ശറിൽ എത്തുന്നവനാണ്, ചെല്ലുന്നവനാണ്. എല്ലാവർക്കും മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, പ്രത്യേകിച്ച് ഹൗദിൻ കരയിലേക്ക് റസൂലുള്ളയാണ് എല്ലാവരെയും മുൻകടന്നെത്തുക. വ അന ഷഹീദുൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഷഹീദാണ്, സാക്ഷിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് പ്രസംഗിക്കുകയുണ്ടായി. അതിൻ്റെ വേറെ ബാക്കി ഭാഗങ്ങളും കാണുവാൻ സാധിക്കും. പക്ഷെ ഏതാനും ചില സംഭവങ്ങൾ ഉണർത്താനുള്ളത് കൊണ്ട് ഞാൻ ആ ഷഹീദ് എന്നുള്ള പ്രയോഗം വന്നതാണ് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഉഹദിൽ ഷഹീദായവരുടെ വിഷയത്തിൽ അവർ ഷഹീദായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ മറമാടാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഉഹദിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് സയ്യിദു ശുഹദ ഷഹീദായി, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, മിസ്അബ് ബിൻ ഉമൈർ, ഇങ്ങനെ പലരും ഷഹീദായി. 70ഓളം രക്തസാക്ഷികൾ ഉഹദിൽ തന്നെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ മറമാടാൻ വേണ്ടിയിട്ട് പറഞ്ഞ സന്ദർഭത്തിൽ തിരുദൂതർ പറയാണ്, വാന ഷഹീദുൻ അലാ ഹൗലാ സമ്മിലൂഹും ഫീ സിയാബിഹിം വദിമാഇഹിം. ഉഹദ് ശുഹദാക്കളെ അവരെ പരലോകയാത്ര അയക്കാണ്, ഖബറിലേക്ക് എടുത്തു വെക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇവർക്ക് ഞാൻ ഷഹീദാണ്, സാക്ഷിയാണ്. സമ്മിലൂഹും ഫീ സിയാബിഹിം വദിമാഇഹിം, അവരുടെ വസ്ത്രത്തിൽ അവരുടെ രക്തത്തിൽ നിങ്ങൾ അവരെ പൊതിഞ്ഞിട്ട് മറമാടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. അവിടെ റസൂലുള്ളാഹി വ അന ഷഹീദുൻ അലാ ഹൗലായ്, ഈ രക്തസാക്ഷികൾക്ക് ഞാൻ ഷഹീദാണ് എന്ന് അവിടെ ഉണർത്തുകയുണ്ടായി. ഇതേപോലെ ഖൈബർ യുദ്ധത്തിൽ ഒരു അറാബി പങ്കെടുത്ത സംഭവം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം തീർത്തും നിഷ്കളങ്കനും പാരത്രിക മോക്ഷം കാക്ഷിക്കുന്നവനായിരുന്നു. യുദ്ധാർജിത സ്വത്ത് അദ്ദേഹത്തിന് നൽകിയപ്പോൾ ആ യുദ്ധാർജിത സ്വത്ത് പോലും അദ്ദേഹം തിരസ്കരിച്ച് അദ്ദേഹം പറഞ്ഞ്, മുഹമ്മദേ, ഈ സ്വത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ബയ്യത്ത് ചെയ്തിട്ടില്ല. ശത്രുവിനോട് പോരടിച്ച് ശത്രു എയ്യുന്ന ഒരു അമ്പൻ്റെ കഴുത്തിൽ കൊണ്ട് ഈ ദീനിന് വേണ്ടി എനിക്ക് ഷഹീദാകണം, അതിനാണ് ഞാൻ നിങ്ങൾക്ക് ബയ്യത്ത് ചെയ്തത്. അങ്ങനെ യുദ്ധം തുടർന്നപ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്ത ആ വ്യക്തി അയാൾ വിരൽ ചൂണ്ടിയെടുത്ത് ഒരു അമ്പേറ്റ് ഷഹീദാകാണ്, രക്തസാക്ഷിയാകാണ്. അങ്ങനെ തിരുസവിധത്തിലേക്ക് ആ അറാബി കൊണ്ടുവരപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ അറാബിയല്ലേ എന്ന് ഉറപ്പ് വരുത്തി. അങ്ങനെ അദ്ദേഹമാണെന്ന് കണ്ടപ്പോൾ തിരുനബി പറഞ്ഞു, അള്ളാഹുവിനോട് അദ്ദേഹത്തിൻ്റെ നിലപാട് സത്യസന്ധമായിരുന്നു, അതുകൊണ്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തെ സത്യപ്പെടുത്തി. അങ്ങനെ തിരുദൂതരുടെ ഖമീസ് ഊരിയിട്ടാണ് ഈ അറാബിയെ കഫൻ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരം കൊണ്ടാണ് ആ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കപ്പെടുന്നത്. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വരി ഏറെ ഹൃദയസ്പൃക്കാണ്, മനസ്സിൽ തറക്കുന്ന വരിയാണ്. തിരുദൂതർ പറഞ്ഞു, അല്ലാഹുമ്മ ഹാദാ അബ്ദുക്, അല്ലാഹുവേ, ഇത് നിന്റെ ഒരു ദാസൻ, ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ മുഹാജിറായി പുറപ്പെട്ടവനാണ്. ഫഖുതില ഷഹീദ, ഷഹീദായി വധിക്കപ്പെട്ടിരിക്കുന്നു. വ അന ഷഹീദുൻ അലൈഹി,
ഇദ്ദേഹം ഷഹീദാണെന്നതിന് ഞാൻ ഷഹീദാണ്, സാക്ഷിയാണ് എന്ന് നമ്മുടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുണ്ടായി. ഇത്ര നല്ല ധന്യമായ യാത്ര. അവിടെ അദ്ദേഹം ഷഹീദാണ്. ഷഹീദ് എന്ന് രക്തസാക്ഷിയെക്കുറിച്ച് പറയുന്നത് എന്തിനാ? ഷഹീദ് എന്ന് പറഞ്ഞാൽ ആ രക്തസാക്ഷിത്വത്തോടു കൂടി അയാൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനും സ്വർഗത്തിനും സാക്ഷിയാകുകയാണ്. മാത്രമല്ല മലക്കുകൾ അയാൾ ഷഹീദാണ് എന്നതിന് മലക്കുകൾ സാക്ഷി നിൽക്കുകയാണ്. മഷ്ഹൂദ് എന്ന അർത്ഥത്തിൽ ഷഹീദ്, ഷാഹിദ് എന്ന അർത്ഥത്തിലും ഷഹീദ്. അയാൾ സാക്ഷിയാണ് സ്വർഗത്തിന്, അള്ളാഹുവിൻ്റെ റഹ്മത്തിന്. അതേപോലെ തന്നെ മലക്കുകൾ സാക്ഷ്യം നിർവഹിക്കപ്പെടുന്നവനാണ്, രക്തസാക്ഷിയാണ് എന്നതിന് ഈ വ്യക്തി. അതുകൊണ്ടാണ് ഷഹീദ് എന്ന് ഷഹീദിന് പറയുന്നത്. ഇദ്ദേഹം ഷഹീദാണ്, ഞാൻ അതിന് ഷഹീദാണ്, സാക്ഷിയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണർത്തുകയുണ്ടായി. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഹിറ കയറി. ഹിറ എന്ന് പറഞ്ഞാൽ ജബലുന്നൂർ കയറി. ജബലുന്നൂർ കയറിയപ്പോൾ ഒരു പാറപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കറും ഉമറും ഉസ്മാനും ഉണ്ട്. തിരുദർ, പിന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, 4 പേർ. ഈ സമയം ഹിറ വിറച്ചു, ആ പാറയും ഇളകിത്തരിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കാലുകൊണ്ട് ആ പാറയിൽ ചവിട്ടിയിട്ട് പറഞ്ഞു, ഹിറ നിങ്ങൾ അടങ്ങൂ, നീ അടങ്ങൂ. കാരണം പർവ്വതം വിറപ്പൂണ്ടു. തിരുദൂതരും അബൂബക്കറും ഉമറും ഉസ്മാനും നിന്ന ആ പാറയും ഇളകിത്തരിച്ചു. അപ്പോൾ അടങ്ങൂ എന്ന് പറഞ്ഞ് തിരുദൂതർ കാലുകൊണ്ട് ചവിട്ടിയിട്ട് പറഞ്ഞു, മാ അലൈക ഇല്ലാ നബിയുൻ വസിദ്ദീഖുൻ ഔ ഷഹീദുൻ, അല്ലെങ്കിൽ വഷഹീദുൻ, നിന്റെ മേൽ ഇപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും ഷഹീദുമാണുള്ളത് എന്ന് പറഞ്ഞു. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഷഹീദ് ഉണ്ട് എന്ന് പറഞ്ഞു. ഷഹീദ് എന്ന് പറഞ്ഞാൽ ഉമർ ഷഹീദാണ്, ഉസ്മാനും ഷഹീദാണ്. മനസ്സിലായി? അപ്പോൾ അവിടെ ഷഹീദ് എന്ന് അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. ഇത് ഉഹുദിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അതേപോലെ തന്നെ തൽഹ, സുബൈർ എന്നിവരോടൊപ്പം കയറിയ സന്ദർഭത്തിലും ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സംഭവം സഹീഹാണ്. ഇതേപോലെ ഷഹീദ് എന്ന് പറയപ്പെട്ട മറ്റൊരു സംഭവം പടപ്പുകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് ഇമാം ബുഖാരി സഹീൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം, യുദ്അ നൂഹ് അലൈഹിസ്സലാം യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ വിളിക്കപ്പെടും. ഫയുഖാൽ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ വിളിച്ചിട്ട് ചോദിക്കും, ഹൽ ബല്ലഗത്, നൂഹെ നീ എത്തിച്ചിട്ടുണ്ടോ, ദീൻ എത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. വിചാരണയുടെ വേദിയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഫലനുസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ, ജനങ്ങളെയും അള്ളാഹു ചോദിക്കും, മുർസലീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും വിചാരണയുടെ വേദിയിൽ. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ വിളിച്ചിട്ട് ചോദിക്കും, ഹൽ ബല്ലഗത, നൂഹെ നീ നിന്റെ ജനതയ്ക്ക് എത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയും, അള്ളാഹുവെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഫതുദുഅ ഉമ്മത്തുഹു, അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മത്തിനെ വിളിക്കും, സമൂഹത്തെ വിളിക്കും. ഫയുഖാൽ ലഹും ഹൽ ബല്ലഗകും, നൂഹ് നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കും. അപ്പം എന്താ ജനത പറയാന്നറിയോ? ഫയഖൂലൂൻ മാ അതാനാ മിൻ നദീർ, ഞങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ല എന്ന്, വളരെ കൂളായിട്ട്, ഞങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ല എന്ന് നൂഹിൻ്റെ ജനത പ്രതികരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വലിയൊരു കളവ് ലോകത്തുണ്ടോ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം ആ ജനങ്ങൾക്കിടയിൽ രാപ്പകൽ ഭേദമന്യേ പരസ്യമായി രഹസ്യമായി അടുത്ത് അകന്നൊക്കെ വിളിച്ച പ്രവാചകനാണ്. സൂറത്ത് നൂഹിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നില്ലേ, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫി ആദാനിഹിം, അങ്ങനെ വിരലുകൾ ഒന്നായിട്ട് ചെവിട്ട് തിരുകിയിട്ട് വസ്തഗ്ശൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും. ഇങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 1 നൂറ്റാണ്ടല്ല 2 നൂറ്റാണ്ടല്ല, നൂറ്റാണ്ടുകൾ, ശതകങ്ങൾ
950 വർഷത്തിലേറെ ദഅവത്ത് നടത്തിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹ് ചോദിക്കാണ്, നിങ്ങൾ എത്തിച്ചിട്ടില്ലേ? അപ്പം ഞാൻ എത്തിച്ചിട്ടുണ്ട്. അപ്പം ജനതയെ വിളിച്ചിട്ട് ചോദിക്കാണ്, നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ടോ നൂഹ്? അപ്പം അവർ പറയാണ്, മാ അതാന മിൻ നദീർ, ഒരു മുന്നറിയിപ്പുകാരനും ഞങ്ങൾക്ക് വന്നിട്ടില്ല. വമ അതാന മിൻ അഹദിൻ, ഒരു നബിയും ഞങ്ങൾക്ക് വന്നിട്ടില്ല, ഒരാളും ഞങ്ങളിലേക്ക് വന്നിട്ടില്ല എന്ന് വളരെ ഇതിൽ അവരെന്ത് ചെയ്യും? അള്ളാഹുവിനോട് പ്രതികരിക്കും. അപ്പോൾ ഫയുഖാൽ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയപ്പെടും, മൻ ഷുഹൂദുക്, നൂഹ് നിങ്ങൾ എത്തിച്ചു എന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്ക് സാക്ഷി ആരാ നിങ്ങളുടെ സാക്ഷി? അപ്പോൾ ഫയഖൂൽ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയും, മുഹമ്മദുൻ വ ഉമ്മതു, എനിക്ക് അനുകൂല സാക്ഷികൾ മുഹമ്മദ് നബിയാണ്, അദ്ദേഹത്തിൻ്റെ ഉമ്മത്തികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ ഉമ്മത്തികളുമാണ് സാക്ഷി എന്ന് പറയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഫയുതാബിക്കും, നിങ്ങൾ ഉമ്മത്തികളെ കൊണ്ടുവരപ്പെടും. ഫതഷ്ഹദൂൻ അന്നഹു ഖദ് ബല്ലഗ, നിങ്ങളെല്ലാവരും സാക്ഷി പറയും നൂഹ് എത്തിച്ചിട്ടുണ്ട് എന്നതിന്. നൂഹ് എത്തിച്ചിട്ടുണ്ട് എന്നതിന് അനുകൂലമായിട്ട് നമ്മളെല്ലാവരും നൂഹ് നബിക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയും എന്നാണ്. എങ്ങനെ നമ്മൾ എത്തിച്ചിട്ടുണ്ടെന്ന് നമ്മൾ സാക്ഷ്യം പറയാം? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പലതവണ പറയപ്പെട്ടതാണ്. നമ്മളതൊക്കെ പഠിച്ചവരാണ്, അറിഞ്ഞവരാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചതാണ്. ആ പ്രവാചകനെ സത്യപ്പെടുത്തി അംഗീകരിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് സാക്ഷ്യം വഹിക്കാനൊരു പ്രയാസമല്ല, നമ്മൾ സാക്ഷ്യം വഹിക്കും. ഈ സന്ദർഭത്തിൽ തിരുദൂതർ ഓതി എന്നാണ്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നമ്മളെ അല്ലാഹു ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ലോകർക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടി എന്ന അർത്ഥത്തിൽ വയകൂന റസൂലു അലൈക്കും ഷഹീദ. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ സാക്ഷികളാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഷഹീദ് എന്നുള്ള നാമം അത് പടപ്പുകൾക്ക് പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളതായ ഏതാനും ഉദാഹരണങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ സൂറത്തുൽ മാഇദയിൽ കാണാം, ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഉമ്മത്തികൾ അവരുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹീദാണ്, സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയായിട്ട് കൊണ്ടുവരും എവിടെ? അന്ത്യനാളിൽ. ആരുടെ വിഷയത്തിൽ? ഉമ്മത്തികളുടെ വിഷയത്തിൽ. അതാണ് ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, എല്ലാ ഉമ്മത്തികളിൽ നിന്നും ഷഹീദിനെ കൊണ്ടുവരും. വജിഅ്നാ ബിക അലാ ഹൗലാ, ഇവർക്ക് വേണ്ടിയിട്ട് താങ്കളെ കൊണ്ടുവരും ഷഹീദൻ, സാക്ഷിയായിട്ട്. അപ്പം നമുക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ. അങ്ങനെ കൊണ്ടുവരുന്ന അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിപ്പിക്കുകയാണ്, ചിന്തിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഓതി കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിച്ച് കരയുകയുണ്ടായി എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല രേഖപ്പെടുത്തിയത്. കാരണം എന്താ? റസൂലുള്ളാഹി സാക്ഷി പറയാൻ ഉമ്മത്തികളുടെ അടുക്കൽ വന്നാൽ ആ സാക്ഷ്യം അനുകൂലമാണോ പ്രതികൂലമാണോ? എങ്ങനത്തെ സാക്ഷിയായിരിക്കും? മനസ്സിലായില്ലേ? ഏതായാലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന വിധം ഒരു സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, പാകപ്പെടുത്തണം എന്നാണ് ഇവിടെ ഉണർത്താനും ഉപദേശിക്കുവാനുമുള്ളത്. ഷഹാദത്ത്, ഷഹീദ് അള്ളാഹുവിൻ്റെ ഒരു ഉത്തമ നാമമാണ്. ഷഹീദ് എന്ന നാമം അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ആ നാമത്തിൻ്റെ തേട്ടങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഷഹീദ് എന്ന് പടപ്പുകൾക്ക് പറയപ്പെടും. പടപ്പുകൾക്ക് പറയുമ്പോൾ അതിൻ്റെ തേട്ടവും പ്രത്യേകതകളും പടപ്പുകൾ എന്നുള്ള ആ ഒരു പോരായ്മയും അതേപോലെ തന്നെ കുറവും അതുള്ളതോടൊപ്പമാണ് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വിഷയത്തിൽ ഏതാനും ഉദാഹരണങ്ങളും ചരിത്രങ്ങളുമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മഹനീയമായ മറ്റൊരു നാമം അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. ഈ പുണ്യത്തിൻ്റെ സദസ്സിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി
കൂട്ടിയതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള അഫ്വും ആഫിയത്തും നമ്മളിൽ കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണത്തേറിലേറി പരലോക യാത്രയിലായ നമ്മുടെ സഹോദരങ്ങളോട് പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിലൂടെ നമ്മുടെ ഉമ്മവാപ്പന്മാർക്ക് ഈ ദുനിയാവിലും നാളെ റബ്ബിൻ്റെ ആഖിറത്തിലും കൺകുളിർമ വർദ്ധിപ്പിച്ച് അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها ورجال أمنها. اللهم احفظ لهذه البلاد عقيدتها وقيادتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.